ഒരു സക്സസ് ടോക്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ 8 സ്റ്റുഡൻസും ഫ്രഷേഴ്സ് ആണ്, അതുപോലെ തന്നെ എല്ലാവരും നഴ്സുമാരാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു 8 മാസം? എങ്ങനെ പോയി? എങ്ങനെ നീതൂസിലോട്ട് എത്തി? ജർമ്മൻ പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീതൂസ് അക്കാദമി തന്നെ ജോയിൻ ചെയ്താൽ മതി എന്ന് മമ്മി റെക്കമെൻഡ് ചെയ്തേ. അങ്ങനെയാണ് ഇവിടെ വന്നത്. പഠിത്തത്തെ മാത്രം ഫോക്കസ് ചെയ്തല്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം നല്ല രീതിയിൽ പരിപാടിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചാൽ അടിച്ചു പൊളിച്ച് 8 മാസം അങ്ങനെ പോയി അല്ലേ? 8 മാസം പോയത് അറിഞ്ഞില്ല എന്ന് വേണേൽ പറയാം. തുടക്കത്തിൽ B2 പാസ്സാവാൻ പറ്റുമെന്ന് ഇവിടെ വന്നപ്പോൾ തോന്നിയിരുന്നോ? ഒരിക്കലില്ല. ഇവിടെ വന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാവും, എന്താവും, കിട്ടുമോ. പിന്നെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം എനിക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ മാഡം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാട്ടും ഡെഡിക്കേറ്റഡ് മാഡമായിരുന്നു. എവറി ഡേ ഞങ്ങൾക്ക് ഡെയിലി ടെസ്റ്റ് ഉണ്ട്, വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരു മോഡൽ ടെസ്റ്റ് ഉണ്ട് ആൻഡ് ഫൈനൽ എക്സാം ഉണ്ട്. ഓരോ മൊഡ്യൂളും കഴിയുമ്പോൾ A1 A2 എല്ലാത്തിലും ഞങ്ങൾക്ക് ഓരോ ടെസ്റ്റുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീക്ക്ലി ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും, ഞങ്ങളുടെ ആ ഒരാഴ്ചത്തെ ഞങ്ങൾക്ക് ഇവാലുവേഷൻ ഞങ്ങൾക്ക് കിട്ടും. ചാൻസിലാണ് B2 പാസ്സായേക്കുന്നത്. ഞാൻ ഒത്തിരി പ്രൗഡാണ് നിങ്ങളെ ഓർക്കുമ്പോൾ. ഹായ്, ഇന്നത്തെ സക്സസ് ടോക്സിൽ എന്നോടൊപ്പം ഉള്ളത് നീതൂസിൽ ജർമ്മൻ B2 പാസ്സായിട്ടുള്ള 8 സ്റ്റുഡൻസ് ആണ്. ഈ ഒരു സക്സസ് ടോക്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ 8 സ്റ്റുഡൻസും ഫ്രഷേഴ്സ് ആണ്, അതുപോലെ തന്നെ എല്ലാവരും നഴ്സുമാരാണ് എന്നതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. സോ നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. എന്നെ പോലെ തന്നെ നിങ്ങളും ഒരുപാട് എക്സൈറ്റഡ് ആണ് എന്ന് എനിക്കറിയാം. A1 A2 B1 B2 ഈ ഒരു ജേർണി അതും വെറും 8 മാസങ്ങൾ കൊണ്ട് സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തിരിക്കുന്ന ഇവരിൽ നിന്ന് തന്നെ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. ആദ്യമായിട്ട് നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. വെൽക്കം ആദിത്യ, മേഘ, ആൽഫി, പാർവതി, ഭാഗ്യലക്ഷ്മി, ചിഞ്ചു, നേഹ ആൻഡ് വിഷ്ണുപ്രിയ. ഓക്കെ, അപ്പം എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ആദ്യമായിട്ട് തന്നെ ഈ ഇരിക്കുന്ന എല്ലാവരും നഴ്സുമാരാണ് എന്നുള്ളത് തന്നെയാണ് അല്ലേ? യെസ്. അപ്പം നമുക്ക് ആ ഒരു ജേർണീനെ പറ്റി പറയാം അല്ലെ? നിങ്ങൾ എത്ര നാൾ കൊണ്ടാണ് B2 എന്ന് പറയുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്? അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ നീതൂസിലോട്ട് എത്തിയത്? അതും നമുക്ക് അറിയണമല്ലോ അല്ലെ? ഒരുപാട് നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പം എന്തുകൊണ്ട് നീതൂസ്, അല്ലെങ്കിൽ എങ്ങനെ നീതൂസിലോട്ട് എത്തി എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഉള്ളിൽ ഒരു വലിയ ചോദ്യമാണ്, ജർമ്മൻ പോലൊരു ലാംഗ്വേജ് ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ അല്ലെ? ഇത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഇതൊരു പുതിയ ലാംഗ്വേജ് അല്ലേ? അപ്പോൾ ഒരു 6 മാസം 8 മാസം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എപ്പോഴും റിയൽ ആയിട്ട് ആളുകൾ വന്ന് പറയുമ്പോഴാണ് ആളുകൾ ഇൻസ്പയർഡ് ആവുക അല്ലേ? അപ്പോൾ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് എന്താ പറയണ്ടേ, ജർമ്മൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഇറങ്ങാൻ ഈ ഒരു പോഡ്കാസ്റ്റ് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് ആദ്യം ആദിത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദിത്യ, എങ്ങനെയാണ് നീതൂസിലോട്ട് എത്തിയത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു നീതൂസ് അക്കാഡമി. നീതൂസിലോട്ട് വന്ന പറഞ്ഞാൽ സഡൻ ആയിട്ട് വന്നതാണ്. ജർമ്മൻ പഠിക്കണമെന്നൊരു ഒന്നുമില്ലാതെ, ഒരു ഐഡിയ ഇല്ലാതെ വന്നതാണ്. ഓക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാവും, എന്താവും, കിട്ടുമോ. എല്ലാവരും ചോദിച്ചാൽ എല്ലാവരും പറയും കിട്ടത്തില്ല, ഭയങ്കര ടഫാണ്. ഫുൾ പേടി ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ഇറങ്ങി വന്നു. ആദ്യത്തെ ഫ്രഷറാണ്. ഞാൻ ഫ്രഷറാണ്. ആദ്യത്തെ ഫ്രഷറാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എവിടെ പഠിച്ചേ? അമൃത കോളേജ് ഓഫ് നഴ്സിംഗ്. അതെ, അമൃതയിലാണ് പഠിച്ചത്. അപ്പൊ അമൃതയിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പം അമൃതയിൽ നിന്ന് 4th ഇയർ കഴിഞ്ഞ് ഏത് വർഷമാണ് പാസ് ഔട്ട്? 2025. കറക്റ്റ് പറയുകയാണെങ്കിൽ May 3rd. ഓക്കെ, അപ്പം ഒരു കറക്റ്റ് ഒരു വർഷം ആയിട്ടുണ്ട്. ഒരു വർഷം. അപ്പം എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ കയറിയിരുന്നോ? ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് വന്നത്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ടാണ് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നേരെ നീതൂസിൽ വന്ന് ഓഫ്ലൈൻ ആയിട്ടാണ് പഠിച്ചത്. തിരിച്ചു വരാം. യെസ്, മേഘ ഫ്രഷർ ആണ്. എവിടെയാണ് നഴ്സിംഗ് പഠിച്ചത്? ഞാൻ ബാംഗ്ലൂരായിരുന്നു പഠിച്ചത്. ബാംഗ്ലൂരാണ് പഠിച്ചത്. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഫാത്തിമ ഹോസ്പിറ്റൽ കുമ്പളങ്ങി. ഓക്കെ, ഫാത്തിമ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എത്ര നാൾ കൊണ്ടാണ് B2 ഫിനിഷ് ചെയ്തത്? ഞാൻ 8 months എടുത്തായിരുന്നു. ഓക്കെ, 8 months എടുത്തു. ടോട്ടൽ A1 to B2 വരെ 8 months എടുത്തു അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേർണി? എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ നീതൂസിലോട്ട് എത്തി?
ഞാൻ എൻ്റെ ഒരു ചേച്ചി വഴിയാണ് അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ജർമ്മൻ പഠിക്കാന്ന് പ്ലാൻ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് പറഞ്ഞു നീതൂസ് അക്കാദമി എന്ന് പറയുന്ന ഒരു അക്കാദമി ഉണ്ട്, നല്ല റിസൾട്ടാണ് ഇപ്പൊ അവിടെ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. പിന്നെ കുറെ സെർച്ച് ചെയ്തു, അപ്പൊ ഇൻസ്റ്റയിലൊക്കെ നോക്കി, അപ്പൊ ഒരുപാട് റിസൾട്ട് ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. റിസൾട്ട് കണ്ടാണ് നീതൂസിലോട്ട് എത്തിയത്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ആൽഫി ഫ്രഷർ ആണ്. അതെ, എവിടെയാണ് നഴ്സിംഗ് പഠിച്ചത്? ഞാൻ വെൽകെയർ കോളേജ് ഓഫ് നഴ്സിംഗ്. വെൽകെയറിലാണ് പഠിച്ചത്. നമ്മൾ അയലക്കാണ് ഇവിടെ. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? ഒരു 8 monthsലെ ഒരു ജേർണി ആയിരുന്നു അല്ലേ? ഓക്കെ, വെൽകെയറിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, എങ്ങനെയാണ് നീതൂസിലോട്ട് എത്തിയത്? വെൽകെയറിൽ ഡീനാമ വന്നിരുന്നു നീതൂസിന്ന്. അപ്പോ ജർമ്മൻ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. എന്ത് പഠിക്കാനായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്? പഠിച്ചിറങ്ങിയപ്പോ OET പഠിക്കാനായിരുന്നു വിചാരിച്ചിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഡീനാമ വന്നപ്പോഴാണ് ജർമ്മനെ കുറിച്ച് പറയണതും നീതൂസ് അക്കാദമിയിൽ പഠിക്കാന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങള് നീതൂസിലേക്ക് എത്തുന്നത്. ജർമ്മൻ പഠിക്കാനായിട്ട് വന്നു, നീതൂസിലോട്ട് എത്തി. എങ്ങനെയുണ്ടായിരുന്നു നീതൂസിലെ ഒരു ജേർണി? നീതൂസ് അടിപൊളിയായിരുന്നു. 8 months പോയത് അറിഞ്ഞില്ല. നല്ല ടീച്ചേഴ്സ് ആയിരുന്നു. 8 മാസം പോയത് അറിഞ്ഞില്ല. ഓക്കെ, അടിപൊളി. എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല, വർക്ക് ചെയ്തിട്ടില്ല. ഇനി കയറാൻ പോകണുള്ളൂ അല്ലേ? ഓക്കെ, ഫൈൻ. യെസ്, പാർവതി, എങ്ങനെയാണ് നീതൂസിലോട്ട് എത്തിയതെന്ന് പറയാമോ? എനിക്ക് തോന്നുന്നു പാർവതി ആദിത്യയുടെ ബാച്ച്മേറ്റ് ആണ് അല്ലേ? ഓക്കെ, അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു നീതൂസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ജേർണി? ഞാനിവിടെ വന്നത് ഓഫ് കോഴ്സ് മാം അമൃതയിൽ വന്നിട്ടുണ്ട്. ആൻഡ് യു ഹാവ് സെഡ് അബൌട്ട് OET, ജർമ്മൻ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഓൺലൈൻ റിവ്യൂസ് ആൻഡ് ഫ്രണ്ട്സിൻ്റെ റിവ്യൂസ് ഒക്കെ കേട്ടിട്ടാണ് നീതൂസിലോട്ട് വന്നത്. അമൃത, ഇവിടെ എനിക്കൊന്ന് OET ഒരുപാട് പിള്ളേർ നീതൂസിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് അമൃതയിൽ നിന്ന്. തുടക്കത്തിൽ വന്ന ഒരു എക്സ്പീരിയൻസ് അല്ല പിന്നീട് അങ്ങോട്ട് പോയത്. ലൈക്ക് ഒരു കോളേജ് വൈബാണ് ഇവിടെ ഉള്ളത്. അടിപൊളി. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവരെല്ലാവരും ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ തന്നിട്ടാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. അടിപൊളി. നല്ലൊരു ജേർണി ആയിരുന്നു. തുടക്കത്തിൽ B2 പാസ് ആവാൻ പറ്റുമെന്ന് ഇവിടെ വന്നപ്പോൾ തോന്നിയിരുന്നോ? ഒരിക്കലും ഇല്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലായിരുന്നു. ഒറ്റ ചാൻസിലാണ് B2 പാസ് ആയേക്കുന്നത്. ഞാൻ ഒത്തിരി പ്രൗഡാണ് നിങ്ങളെ ഓർക്കുമ്പോൾ. അടിപൊളി. ഞാൻ തിരിച്ചു വരാം. യെസ്, ഭാഗ്യലക്ഷ്മി ഫ്രഷർ ആണ്. എവിടെയാണ് ഭാഗ്യലക്ഷ്മി പഠിച്ചത്? ഞാൻ കൊല്ലം അസിസിയ മെഡിക്കൽ കോളേജ് അസിസിയയിലാണ് പഠിച്ചത്. ഓക്കെ, എങ്ങനെ എത്തി നീതൂസിലോട്ട്? അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫ് ഉണ്ട്. അപ്പം പുള്ളി പറഞ്ഞു ഇവിടെ നീതൂസിൽ നല്ല റിസൾട്ടാണ്, അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ടീച്ചേഴ്സിന്റെ റെഫറൻസിലാണ് ഇവിടെ വന്നത്. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ജേർണി? എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് നല്ലതായിരുന്നു. ഇപ്പം ആ ഒരു കോളേജിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം ഫ്രഷറാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു വൈബ്, ഒരു മൂഡായിരുന്നു ഇവിടെ. എപ്പോഴും പരിപാടിയൊക്കെ ഉണ്ട്. മീൻസ് പഠിത്തത്തെ മാത്രം ഫോക്കസ് ചെയ്തല്ല ഇവിടെ നിന്നുകൊണ്ടിരുന്നത്. എന്നാൽ പഠിത്തത്തെ കൂടെ തന്നെ എന്താ ഈ പരിപാടി ആക്ടിവിറ്റീസ് ഫോക്കസ് ചെയ്യുന്നത്. അടിപൊളി വൈബാണ്. ഓക്കെ, അടിപൊളി. യെസ്, ചിഞ്ചു എവിടെ പഠിച്ചേ? ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. ഓക്കെ, ഞാൻ ചിഞ്ചുവിനെ ഇങ്ങനെ ഓർക്കുമ്പോൾ നമ്മുടെ എന്തോ പ്രോഗ്രാമിലും ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ കാണുന്ന ഒരു മുഖമാണ്. അപ്പം എന്തായാലും ഫസ്റ്റ് ചാൻസിൽ B2 ക്ലിയർ ആയി. എങ്ങനെയുണ്ടായിരുന്നു ചിഞ്ചു? ആ ഒരു ജേർണി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. B2 കംപ്ലീറ്റ് ചെയ്തത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോയി ടൈം. 8 മാസം പെട്ടെന്ന് പോയി. അടിപൊളി. ഇതിന്റെ ഇടയ്ക്ക് ഏതൊക്കെ പ്രോഗ്രാംസ് കിട്ടി? ഒരുപാട് പ്രോഗ്രാംസ് കിട്ടി അല്ലേ? ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. കുറെ എൻജോയ് ചെയ്തു. ലൈക്ക് ഒരു കോളേജ് വൈബ് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്. കൂടെ പഠിക്കുന്നവരാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു മൊത്തത്തില്. അടിപൊളിയായിരുന്നു. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. യെസ്, നേഹ അല്ലേ? പറഞ്ഞേ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു 8 മാസം? എങ്ങനെ പോയി? എങ്ങനെ നീതൂസിലോട്ട് എത്തി? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ നീതൂസ്. എൻ്റെ മമ്മിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നീതൂസ് അക്കാദമി റെക്കമെൻഡ് ചെയ്തത്. എനിക്ക് ജർമ്മൻ പഠിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായില്ല. DHA അല്ലെങ്കിൽ OET അപ്പോ മമ്മിയാ പറഞ്ഞ ജർമ്മനാ കുറച്ചും കൂടെ ബെറ്റർ, അതേപോലെ തന്നെ നീതൂസ് അക്കാദമി തന്നെ ജോയിൻ ചെയ്താൽ മതി എന്ന് മമ്മിയാ റെക്കമെൻഡ് ചെയ്തേ. അങ്ങനെയാണ് ഇവിടെ വന്നത്. ആദ്യം വന്നപ്പോ ഒരു ടെൻഷൻ ഉണ്ടായി. ജർമ്മൻ ഈ പറഞ്ഞ പോലെ എല്ലാരും പറയുന്നത് ഭയങ്കര ടഫാ, ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എന്നൊക്കെയാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോ ജർമ്മൻ പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോ മനസ്സിലായി ഓക്കെ നമ്മളെ കൊണ്ടും പറ്റും എന്ന് വെച്ചാൽ ടീച്ചേഴ്സും അതേപോലെ തന്നെ ക്ലാസ്മേറ്റ്സ് എല്ലാവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഒരു അക്കാദമി അല്ല, ഒരു കോളേജ് വൈബ് തന്നെ നമുക്ക് കിട്ടി. കുറെ പ്രോഗ്രാംസ് കിട്ടി, കുറച്ചും കൂടെ ആക്റ്റീവ് ആവാൻ പറ്റി. ഓക്കെ, അപ്പം നേഹ അമ്മ പറഞ്ഞിട്ടാണ് വന്നത് അല്ലേ? ഓക്കെ, ഫ്രഷർ ആണ്. എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു 1 month എക്സ്പീരിയൻസിന് പെരുമ്പടപ്പ് ഫാത്തിമ ഹോസ്പിറ്റലിൽ കയറിയായിരുന്നു. ഓക്കെ,
ഓക്കെ, ഇനിയിപ്പോ കയറണം. ഇനിയിപ്പോ കേറണം. ഓക്കെ, അടിപൊളി. വിഷ്ണുപ്രിയ. യെസ് വിഷ്ണു, എവിടെയാണ് വിഷ്ണു പഠിച്ചത്? ഇന്ദിരാഗാന്ധി കടവന്ത്ര. ഇന്ദിരാഗാന്ധി, അത് നമ്മുടെ അയലക്കാണ് അല്ലേ? എങ്ങനെയാണ് നീതുസിലോട്ട് എത്തിയത്? ഞങ്ങള് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ മാമിന്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീന മാം വഴിയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ DHA പഠിക്കാനാ വന്നത്. ഓക്കെ, DHA പഠിക്കാൻ വന്നു, ജർമ്മനിലോട്ട് വന്നു. ഇന്ന് B2 വിന്നറാണ് അല്ലേ? അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ജേർണി? എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു, ക്ലാസ്സസ് ഒക്കെ നല്ലതായിരുന്നു. പാസ്സാവാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, ഇവിടെ എല്ലാവരും അല്ലേ, നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ചാൻസിൽ പാസ്സായവരാ. അത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ. ഒരുപാട് സ്ട്രഗിൾസിലൂടെ ആയിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അതൊരു പുതിയ ലാംഗ്വേജ് ആണ്. ഇപ്പം ആരൊക്കെ എനിക്ക് തോന്നുന്നു, ഭാഗ്യലക്ഷ്മി, പാർവതി, എല്ലാവരും പറഞ്ഞു അല്ലെ, ഒത്തിരി ടഫാണെന്ന് എല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ ഇവിടെ വന്ന ഒരു A1 നിങ്ങൾ കയറിയപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും അല്ലെ, അതെനിക്ക് മനസ്സിലാവും. പുതിയൊരു സെറ്റിങ്ങിലോട്ട് വരുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ A1 തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏത് പോയിന്റിൽ വെച്ചാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയത്, ഇത് ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എപ്പോഴാണ് തോന്നി ആദിത്യ? A1 എക്സാം പാസ്സായി കഴിഞ്ഞപ്പോൾ. A1 എക്സാം പാസ്സായപ്പോൾ തോന്നി ഓക്കെ ഇത് നടക്കും എന്നുള്ളത് അല്ലേ? ഇപ്പൊ ആദിത്യ പറഞ്ഞു ഇത് നടക്കുമെന്ന് A1 കഴിഞ്ഞപ്പോൾ തോന്നിയെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താ? ടീച്ചേഴ്സ് അടിപൊളിയാണ്, ക്ലാസ് സൂപ്പർ ക്ലാസ് ആണ്, നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് വൈബ് തോന്നി അല്ലെ, ഒത്തിരി പ്രോഗ്രാംസ് കിട്ടി അല്ലെ. പിന്നെ അതിനൊക്കെ അപ്പുറം ഇവിടുത്തെ ഒരു ടീച്ചിങ് രീതി എങ്ങനെ ഉണ്ടായിരുന്നു മേഘ? എന്തെങ്കിലും വളരെ സ്പെസിഫിക് ആയിട്ട് തോന്നിയിരുന്നോ? ടീച്ചിങ് രീതി ഇപ്പോൾ നേരത്തെ തൊട്ട് പറയുന്നത് നമ്മളിപ്പോൾ അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കണമെന്നാണ് നേരത്തെ തൊട്ട് എല്ലാവരും പറയുന്നത്. പക്ഷേ പിറ്റേ ദിവസം ബുക്ക് പടച്ച് വെച്ച് ക്ലാസ്സിൽ നിന്ന് പോയെന്നാലും പിറ്റേ ദിവസം ധൈര്യമായിട്ട് കയറി വരാം. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ മതിയായിരുന്നു. അടിപൊളി. അതായത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും കഴിഞ്ഞു പോകുന്നത്, അതല്ലേ ഉദ്ദേശിച്ചേ? അതെ അതെ, അടിപൊളി. അതൊരു അല്ലെ വളരെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒത്തിരി സന്തോഷം. യെസ് ആൽഫി. അപ്പം ആൽഫിക്ക് ഏറ്റവും ടഫായിട്ടുള്ള മോഡ്യൂൾ ഏതായിരുന്നു? ഈ 4 മോഡ്യൂളിലെ ഏറ്റവും ടഫായിട്ടുള്ള മോഡ്യൂൾ ഏതായിരുന്നു? ഹ്യോറൻ ആണ്, എന്ന് വെച്ചാൽ ലിസണിങ് ആണ് അല്ലെ. ഓക്കെ, ലിസണിങ് എന്ന് പറയുന്ന മോഡ്യൂൾ ഇപ്പം ടഫ് ആണെന്ന് ആൽഫി പറഞ്ഞു. എങ്ങനെയാണ് ആൽഫി ആ ഒരു മോഡ്യൂൾ ക്ലിയർ ചെയ്തതെന്നൊന്ന് പറയാമോ? ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു, കുറെ യൂട്യൂബിൽ പോഡ്കാസ്റ്റ് ഒക്കെ കുറെ കേട്ടിരുന്നു. അടിപൊളി. സോങ്സ് ഒക്കെ, ജർമ്മൻ സോങ്സ് ഒക്കെ കേട്ടു. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത്. അങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്തത്. അപ്പൊ ടീച്ചേഴ്സിനോട് പറഞ്ഞിരുന്നു എനിക്ക് ഈ പറയുന്ന ലിസണിങ് പാടാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെയാണ് അവര് ഈ ഒരു ലിസണിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് അവർ ഹെൽപ്പ് ചെയ്തത്? അവര് എക്സ്പ്ലെയിൻ ചെയ്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. പിന്നെ കുറേ ലേണിംഗ് മെറ്റീരിയൽസ് തന്നായിരുന്നു. ക്ലാസ്സിൽ വെച്ച് തന്നെ നമുക്ക് ലിസണിങ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആയിട്ട് വന്നു. യെസ്. പാർവതി, A1 വന്നപ്പോൾ പറഞ്ഞു അല്ലെ, പ്രാക്ടിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതൊരു പുതിയ ലാംഗ്വേജ് ആണ്, പുതിയ ഈ പറയുന്ന എന്താ പറയണ്ടേ, വൊക്കാബുലറി ആണെങ്കിലും അല്ലെങ്കിൽ നമ്പേഴ്സ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ആദ്യം തൊട്ട് നമ്മൾ പഠിക്കുക. എങ്ങനെയായിരുന്നു നീതൂസിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്? എല്ലാം ബേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് എവറി ഡേ ഞങ്ങൾക്ക് ഡെയിലി ടെസ്റ്റ് ഉണ്ട്, വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്, ആൻഡ് ഞങ്ങൾക്ക് ഒരു മോഡൽ ടെസ്റ്റ് ഉണ്ട്, ആൻഡ് ഫൈനൽ എക്സാം ഉണ്ട്. ഓരോ മൊഡ്യൂളും കഴിയുമ്പോൾ A1 A2 എല്ലാത്തിലും ഞങ്ങൾക്ക് ഓരോ ടെസ്റ്റുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീക്ക്ലി ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും, ഞങ്ങളുടെ ആ ഒരാഴ്ചത്തെ ഞങ്ങൾക്ക് ഇവാലുവേഷൻ ഞങ്ങൾക്ക് കിട്ടും. ഒരു കറണ്ട് ഇവാലുവേഷൻ ഞങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേജ് എങ്ങനെയാണ്, എല്ലാം ഞങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റ് നടത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ആൻഡ് ഓഫ് കോഴ്സ് ടീച്ചേഴ്സ് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഞങ്ങൾക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരുപാട് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. കുറേ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ച് ഗെയിംസ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പഠിപ്പിച്ചായിരുന്നു. ഒരുപാട് ഗെയിംസ് ഒക്കെ വെച്ചിട്ട് തന്നെ പഠിപ്പിച്ചത്. അതൊക്കെ വെച്ച് നോക്കും ഒരുപാട് സിമ്പിളായിട്ട് തന്നെ അത് ഞങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയായിരുന്നു. അതായത് നമ്മൾ ഈ ഒരു ഏജിൽ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അല്ലെ, നമുക്കത് പഠിച്ചതിലോട്ട് ആവാൻ കുറച്ച് സമയം എടുക്കും. അത് പ്രാക്ടിക്കലി എല്ലാവരിലും കാണുന്ന ഒരു കാര്യമാണ് അല്ലെ ഭാഗ്യലക്ഷ്മി. അപ്പം ഇത് എല്ലാവരിലും കാണുന്ന ഒരു കാര്യമാണ് അല്ലെ ഭാഗ്യലക്ഷ്മി. ഇപ്പം പാർവതി തന്നെ പറഞ്ഞു ഗെയിംസിലൂടെയാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. അത് എത്രമാത്രം യൂസ്ഫുൾ ആയിരുന്നു? നല്ല യൂസ്ഫുൾ ആണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം എനിക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ മാഡം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. മാം സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാട്ടും ഡെഡിക്കേറ്റഡ് മാഡമായിരുന്നു. ഞങ്ങളുടെ പുറകിൽ നിന്ന് നടന്ന് പഠിക്ക് പറഞ്ഞ് അന്നെന്നുള്ളത് ഞങ്ങൾ അന്നു തന്നെ ക്ലാസ് ഇരുത്തി പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. പിറ്റേ ദിവസം വരുമ്പം അത് ചോദിച്ച് ഞങ്ങളത് റിവൈസ് ചെയ്ത് തന്നെ പൊയ്ക്കൊണ്ടിരുന്നത്. അത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരുന്നു. അടിപൊളി. അപ്പോൾ ഗെയിംസിലൂടെയാണ് A1 അല്ലെങ്കിൽ A1 A2 ബേസിക്സ് പഠിച്ചതെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. യെസ് ചിഞ്ചു,
ചിഞ്ചുവിന്റെ ഒരു എക്സ്പീരിയൻസ് ലൈക്ക് എന്താണ് വളരെ സ്പെസിഫിക് ആയിട്ട് തോന്നിയത് നീതൂസിൽ? അവിടെ ഫാക്കൽറ്റീസിന് തന്നെയാണ് നമുക്ക് എന്തോരം ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈം വേണമെങ്കിലും അവരോട് ചോദിക്കാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ ടൈം ലിമിറ്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്ലി ആണ് അല്ലേ? ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമുക്ക് നമ്മൾ എത്ര ചോദിച്ചാലും അവർ ഭയങ്കര ഇതൊന്നും കാണിക്കില്ല. എപ്പോഴും പറഞ്ഞു തരാൻ ഭയങ്കര നമ്മൾ പാസ്സാവണം എന്നുള്ളൊരു മൈൻഡിലാണ് അവരെപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെക്കാട്ടി കൂടുതൽ അവരായിരുന്നു നമ്മുടെ ഒരു കാര്യത്തിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നത്. ഓക്കെ, അപ്പം ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു അക്കാഡമിക്സ് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. വെരി ഗുഡ്. യെസ് നേഹ, ഇപ്പൊ ഇവരെല്ലാവരും പറഞ്ഞു അല്ലെ, നമ്മുടെ പ്രോഗ്രാംസുകളെ പറ്റി പറഞ്ഞു അല്ലെ, എന്താണ് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഓരോ പ്രോഗ്രാംസിലും ഫീൽ ചെയ്തത്? നമ്മളിപ്പോ ഇവിടെ എല്ലാ ഡേയ്സും സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പൊ വുമൻസ് ഡേ, നഴ്സസ് ഡേ, അങ്ങനെ എല്ലാ സ്പെഷ്യൽ ഡേയ്സും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ നമുക്ക് സ്റ്റുഡൻസിന് ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും അതേപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസും എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഒരു കോർഡിനേഷൻ ഉണ്ടാവും ആക്ടിവിറ്റീസിൽ ഓരോന്നിനും. പിന്നെ നമുക്ക് കിട്ടുന്ന സീക്കേഴ്സ് ഫെസ്റ്റ്, അത് വലിയൊരു അടിപൊളി ജർമ്മൻ കോൺവൊക്കേഷൻ. അതെ, എനിക്ക് തോന്നുന്നു ഈ വേറെ ഒരിടത്തും കാണാൻ പറ്റാത്ത വലിയൊരു സംഭവം. ഒരുപാട് സ്റ്റുഡൻസ് എപ്പോഴും പറയുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് അല്ലെ, ഇത്രയും പിള്ളേരെ ഇരുത്തിക്കൊണ്ട് കോൺവൊക്കേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന ഒരു ഫീല്. യെസ് വിഷ്ണുപ്രിയയുടെ ഒക്കെ മൈൻഡിൽ ഈ ഒരു കോൺവൊക്കേഷൻ എപ്പോഴും കണ്ടിരുന്നോ? യെസ്, എനിക്ക് B2 പാസ് ആവണം, എനിക്ക് ആ ഒരു കോൺവൊക്കേഷൻ അടിപൊളിയായിട്ട് B2 പാസ്സായ വിന്നറായിട്ട് വരണം എന്നൊക്കെ എപ്പോഴെങ്കിലും മൈൻഡിൽ തോന്നിയിരുന്നോ? ചില ആ പിള്ളേരുണ്ട് അത് കണ്ടിട്ട് ഞാൻ ആ കോൺവൊക്കേഷൻ കണ്ടിട്ട് പഠിച്ചു, അല്ലെങ്കിൽ സാധാരണ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ പോഡ്കാസ്റ്റിൽ വരാൻ വേണ്ടി പഠിച്ചു, സക്സസ് ടോക്സിൽ വരാൻ വേണ്ടി പഠിച്ചു, വൈറ്റ് ചെയറിൽ ഇരിക്കാൻ വേണ്ടി പഠിച്ചു, ഇതൊക്കെ പിള്ളേർ പറയുന്ന കാര്യം. അതുപോലെ എന്തെങ്കിലും ഒരു മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇവിടുത്തെ കൺവൊക്കേഷൻ ഒക്കെ കണ്ടിട്ട് കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിരുന്നു. വേറെ എങ്ങും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇല്ലാത്ത ഒരു ട്രഡീഷൻ പോലെയാണ് ഇവിടെ തോന്നിയത് അല്ലെ, നമ്മളൊരു വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും അല്ലെ. ഓക്കെ, അടിപൊളി. അത് നിങ്ങളുടെ ഒരു എഫേർട്ടാണ് അല്ലെ, നിങ്ങൾ ഇടുന്ന ഒരു എഫേർട്ടിന് ഞങ്ങൾ തരുന്ന ഒരു അപ്രിസിയേഷൻ. പിന്നെ അതുമല്ല, നമ്മുടെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമ്മൾ ലൈഫിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ കോൺവൊക്കേഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പേരൻസിനെയാണ്. കാര്യം അവരുടെ ഫ്രണ്ടിൽ അല്ലേ, നമ്മൾ എവിടെയൊക്കെ സക്സസ്ഫുൾ ആയാലും നമ്മുടെ പേരൻസിന്റെ മുമ്പിൽ നമ്മൾ അംഗീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രിവിലേജാണ്. അപ്പം ഞങ്ങൾ ഈഗർലി വെയിറ്റിംഗ് ആണ് അടുത്ത കോൺവൊക്കേഷനിലോട്ട് നമുക്ക് അടിച്ചു പൊളിക്കണമെന്ന് അല്ലേ. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. യെസ് ആദിത്യ, ഇപ്പം വിഷ്ണുപ്രിയ പറഞ്ഞു അല്ലെ, നമ്മുടെ ജർമ്മൻ കോൺവൊക്കേഷൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞല്ലേ. എന്തെങ്കിലും നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ ആദിത്യയുടെ മൈൻഡിൽ അങ്ങനെ ചിന്തിച്ചിരുന്നോ, ഞാൻ B2 പാസ്സായിട്ട് ആ ഒരു കോൺവൊക്കേഷനിൽ വരുന്ന കാര്യം? ഓഫ് കോഴ്സ്, ഞാൻ A1 കഴിഞ്ഞപ്പോഴേ തോന്നിയ ദൈവം B2 ഒന്ന് പാസ്സായി അമ്മേനെ കൊണ്ട് വന്നിട്ട് ആ ഒരു മൊമെന്റ് കാണിക്കണം എന്ന്. ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് മൊമെന്റ് അത്. അടിപൊളി. കണ്ടോ, ഇന്നത് അല്ലെ, നമ്മൾ ഒരു കാലത്ത് തീവ്രമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം നമ്മളിപ്പോൾ ഉടനെ അത് അല്ലെ നമ്മുടെ ലൈഫിൽ അത് സാധിക്കാനായിട്ട് പോകും. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എഫേർട്ടാണ് അല്ലെ. ഈ ഒരു 8 മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ടാണ് നമ്മൾ ഈ ഒരു കോൺവൊക്കേഷനിൽ കാണാനായിട്ട് പോകണം. ഞങ്ങളും വെയിറ്റിംഗ് ആണ്. ഓരോ ജർമ്മൻ കോൺവൊക്കേഷൻസ് കഴിയുമ്പോൾ ഞങ്ങളും എക്സൈറ്റഡ് ആണ്. അടുത്തൊരു കോൺവൊക്കേഷന് വേണ്ടി അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇനിയും ഒരുപാട് വിന്നേഴ്സ് ഇങ്ങനെയുള്ള കോൺവൊക്കേഷനിൽ വരണം. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. യെസ് ഭാഗ്യലക്ഷ്മി, ഇപ്പൊ ഇവരെല്ലാവരും പറഞ്ഞു അല്ലെ, ഇവിടുത്തെ ഒരു വൈബിനെ പറ്റി, പ്രോഗ്രാംസിനെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലെ. എങ്ങനെയുണ്ടായിരുന്നു നീതൂസിന്റെ ക്യാമ്പസ്? എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പസ്? വളരെ അടിപൊളിയാണ്. ഞാനിപ്പോൾ എന്താ പറയുക, ഓരോ പ്രോഗ്രാംസും ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്താൽ കൂടുതലും ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് ഇവരൊക്കെയാണ് ഡാൻസ്. എല്ലാം ഡാൻസേഴ്സാ. മെജോറിറ്റി ഇതിനകത്തിരിക്കുന്നില്ല. അപ്പം അത് ഇപ്പം ഒരു പഠിത്തത്തെ മാത്രം ഫോക്കസ് ചെയ്തല്ല നമ്മൾ ചെയ്തോണ്ടിരുന്നത്. എല്ലാം നല്ല രീതിയിൽ പരിപാടിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചാ പൊക്കോണ്ടിരുന്നത്. 8 മാസം അങ്ങനെ പോയി അല്ലേ? 8 മാസം പോയത് അറിഞ്ഞില്ല എന്ന് വേണേൽ പറയാം. ഓക്കെ, യെസ് പാർവതി, ഏതായിരുന്നു ഏറ്റവും ടഫായിട്ടുള്ള മോഡ്യൂള്? ലേസൺ റീഡിംഗ് ആയിരുന്നു. ഓക്കെ, എങ്ങനെയാണ് റീഡിങ് ഇംപ്രൂവ് ചെയ്ത് ഇപ്പം ഫസ്റ്റ് ടൈം തന്നെ പാസ് ആവാനായിട്ട് സാധിച്ചു? ഒന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? എനിക്ക് തോന്നുന്നു ഒരുപാട് ജർമ്മൻ സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് റീഡിംഗ് എന്ന് പറയുന്ന മോഡ്യൂൾ. അപ്പം എങ്ങനെയാണ് പ്രാക്ടിക്കലി അത് ടാക്കിൾ ചെയ്തതെന്ന് പറയാമോ? ആദ്യം റീഡിംഗ് കണ്ടപ്പോൾ വളരെ പാടാണ്, ഭയങ്കര പാടായിരുന്നു. ആൻഡ് ടീച്ചേഴ്സ് ഞങ്ങൾക്ക് കുറേ പാട്ടുകളുണ്ട്, ഓരോ പാട്ടും അതെങ്ങനെ എഴുതാം, അതെങ്ങനെ എളുപ്പ വഴിയിൽ എങ്ങനെ പഠിക്കാം, മനസ്സിലാക്കാം, ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള ഹിൻറ്റ് എങ്ങനെ മനസ്സിലാക്കാം, ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെ കമ്പയർ ചെയ്ത് ആൻസേഴ്സ് കണ്ടെത്താം, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ തന്നെ അക്കാഡമിയിൽ തന്നെ കുറേ മെറ്റീരിയൽസ് ലൈവായിട്ട് തന്നെ ഞങ്ങൾക്ക് മെറ്റീരിയൽസ് തന്നു, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആൻഡ് ഞങ്ങൾക്ക് തെറ്റ് വരുമ്പോൾ, മിസ്റ്റേക്സ് വരുമ്പോൾ അത് മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു തന്നു, അതെങ്ങനെ കറക്റ്റ് ചെയ്യാം.
കറക്റ്റ് ആൻസേഴ്സ് എങ്ങനെ വന്നു എന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു ടീച്ചേഴ്സ്. അതായത് പാർട്ട് ബൈ പാർട്ട് ആയിട്ടായിരുന്നു ട്രെയിനിങ് തന്നിരുന്നത്. അടിപൊളി. അപ്പം എത്ര ടഫായിട്ടുള്ള മൊഡ്യൂൾ ആണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടിയാൽ അല്ലേ അത് സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. യെസ്, ഓക്കെ. ഇപ്പം നമ്മൾ ലിസ്ണിംഗ് പറഞ്ഞു, റീഡിങ് പറഞ്ഞു അല്ലേ. അതുപോലെ ഒരുപാട് പിള്ളേർ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രോബ്ലമാണ് സ്പീക്കിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഒരു ബുദ്ധിമുട്ട് അല്ലേ. എങ്ങനെയാണ് ചിഞ്ചു സ്പീക്കിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഫസ്റ്റ് ടൈം തന്നെ പാസ്സായത്? ഫസ്റ്റ് ടൈം ഇവിടെ A1 വന്നപ്പോൾ എൻ്റെ പ്രൊണൗൺസിയേഷൻ ഭയങ്കര എനിക്ക് പറ്റുമോ, നമ്മുടെ പെട്ടെന്ന് നമുക്ക് പറയാനുള്ള ഒരു ഇത് കിട്ടത്തില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്ത് ടീച്ചേഴ്സ് ആണെങ്കിൽ തന്നെ അത് കുറേ വട്ടം പറയിപ്പിച്ച് അതിന് കറക്റ്റ് ഔഷ്പ്രാഹ്യം നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര ടഫാണ് സംഭവം. സോ നമ്മളിങ്ങനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇരിക്കും നമ്മുടെ സ്പീക്കിംഗ് ബെറ്റർ ആവാൻ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് അല്ലേ. പിന്നെ നമ്മൾ കുറേ പോഡ്കാസ്റ്റും കാര്യങ്ങളും ഒക്കെ കേൾക്കണം. ഇത് മാത്രം കൊണ്ട് നമുക്ക് ജർമ്മൻ പാസ്സാവാൻ പറ്റില്ല. സോ നമ്മൾ ഭയങ്കര സ്പീക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സ്പീക്കിംഗ് ഒരു ഫ്ലുവൻസി കിട്ടുള്ളൂ. അത് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നു, റീസെൻ്റ് ആയിട്ട് ജർമ്മനിയിൽ നിന്ന് വന്ന ഇൻ്റർവ്യൂവേഴ്സ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, എനിക്ക് ഡയറക്റ്റായിട്ട് എന്നോട് പറഞ്ഞ ഒരു ഫീഡ്ബാക്കാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ജർമ്മൻ എന്ന് പറയുന്നത് ഫ്ലോലെസ് ആണ് എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം. അതായത് നിങ്ങൾ വളരെ നന്നായിട്ടാണ് സ്പീക്കിംഗ്, ജർമ്മൻ മോഡ്യൂളിൽ തന്നെ സ്പീക്കിംഗ് വളരെ നന്നായിട്ടാണ് നിങ്ങൾ സ്റ്റുഡൻസിൽ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് അവർ ഡയറക്റ്റായിട്ട് പറഞ്ഞൊരു ഫീഡ്ബാക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും ഇഫക്റ്റീവായിട്ടുള്ള രീതിയിലാണ് സ്പീക്കിംഗ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലേ. തീർച്ചയായിട്ടും സ്പീക്കിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ ലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ B2 കഴിഞ്ഞ് ജർമ്മനിൽ എത്തിയാൽ നിങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ലാണ് അല്ലേ. പുതിയൊരു രാജ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ ജർമ്മൻ പോലൊരു കൺട്രിയിൽ ജർമ്മൻ അല്ലാതെ വേറൊരു ഭാഷ ഉപയോഗിക്കില്ല അല്ലേ. അപ്പം ജർമ്മനിയിലും ജർമ്മൻ അല്ലാതെ വേറൊരു ഭാഷ അവർ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ജർമ്മൻ സംസാരിക്കുക എന്നതാണ് എല്ലാ മൊഡ്യൂളിലും വെച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. യെസ് നേഹ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മോക്ക് എക്സാംസ്? മോക്ക് എക്സാംസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക, എങ്ങനെ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, അതേപോലെ നമ്മുടെ സ്പീഡ്. പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ ടെൽക്കായിരുന്നു, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ടെൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഡിജിറ്റൽ എക്സാമും കൂടെ ആയിരുന്നു. അപ്പോൾ ടൈപ്പിംഗ് സ്പീഡും എല്ലാം ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സഹായിച്ചു. പിന്നെ അതേപോലെ നമുക്ക് ന്യൂ വൊക്കാബുലറീസ് പഠിക്കാനായിട്ട് പറ്റി. അങ്ങനെ നമുക്ക് ഒരു എന്താ പറയുക, ഫ്ലോലെസ് ആയിട്ട് തന്നെ ജർമ്മൻ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. അടിപൊളി. അപ്പം മോക്ക് എക്സാം തികച്ചും അല്ലേ റിയൽ ടൈം എക്സാം പോലെ തന്നെ നിങ്ങളെ മോൾഡ് ചെയ്യാനായിട്ട് സാധിച്ചു മോക്കിന് അല്ലേ. ഓക്കെ, അടിപൊളി. അപ്പം നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈം B2 പാസ്സായ സ്റ്റുഡൻസ് ആണ്. എക്സാം ഡേയിലെ സ്ട്രെസ് എങ്ങനെയാണ് മാനേജ് ചെയ്തത് ആദിത്യ? നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ദൈവത്തിനെ വിളിച്ചങ്ങോട്ട് എഴുതി ദൈവമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ അമ്മയോട് സംസാരിച്ചു. പാരൻ്റ് ആണല്ലോ ഏറ്റവും വലിയൊരു പില്ലർ. എന്താണെങ്കിലും പാരൻറ്റിനെ വിളിക്കും. അമ്മ എന്ത് ചെയ്യും ചോദിക്കും. ഒന്നുമില്ല, നിനക്ക് കിട്ടും, നീ പോയിക്കോ. ഓക്കെ, നീതൂസ് എന്ന് പറയുമ്പം എന്താ മൈൻഡിലോട്ട് വരുന്നത്? ഇപ്പം പറഞ്ഞു ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഇവിടെ വന്നപ്പം തുടക്കത്തിൽ തോന്നിയില്ലെങ്കിലും പിന്നീട് അല്ലേ, ഇപ്പം ആദ്യത്തെ തന്നെ പറഞ്ഞു A1 പാസ്സായപ്പം എന്നെ സാധിക്കുമെന്ന് തോന്നി. അങ്ങനെ തോന്നാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് യെസ് ഞങ്ങൾ നീതൂസിന്റെ പാർട്ടാ, അതുകൊണ്ട് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കിട്ടും എന്ന് തോന്നിയിരുന്നോ മേഘ? മാമിൻ്റെ വീഡിയോസിലൊക്കെ കാണുന്നതാണ് ഇറ്റ്സ് എ ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. ആ ഒരു ഇത് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കയറി വന്നപ്പോഴത്തേക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വിത്തിൻ 10 monthsനുള്ളിൽ തന്നെ 10 daysനുള്ളിൽ തന്നെ ഞങ്ങൾ എക്സാം എഴുതി. ഞാനും ആദ്യം കൂടിയാണ് പോയി എക്സാം എഴുതിയത്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നതുകൊണ്ട് അത്ര വലിയ കുഴപ്പം സ്പീക്കിങ്ങിനൊന്നും കയറിയപ്പോൾ തോന്നിയില്ല. നമ്മുടെ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് അവരോട് തോന്നിയത്. സ്ട്രെസ് ഒന്നും അങ്ങനെ തോന്നിയിരുന്നില്ല. എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ ആരെ ആദ്യം വിളിച്ചേ? യെസ് അൽഫി. വീട്ടിൽ വെച്ച റിസൾട്ട് നോക്കി. വീട്ടിൽ നിന്നാണ് റിസൾട്ട് നോക്കിയത്. യെസ്, എക്സൈറ്റഡ് ആയിരുന്നോ? എക്സൈറ്റഡ് ആയിരുന്നു, പേടിയായിരുന്നു. ഞാൻ തന്നെ റിസൾട്ട് നോക്കിയില്ല, എൻ്റെ ഫ്രണ്ട് എനിക്ക് നോക്കി തന്നെ. അടിപൊളി. അപ്പൊ പപ്പോടും അമ്മോടാണ് ആദ്യം പറഞ്ഞു. അടിപൊളി. അവരെന്ത് പറഞ്ഞു? അവര് ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ലേ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ നമ്മുടെ റിസൾട്ട് വിഷ്വലൈസ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറയണ്ട. അപ്പോൾ ആ സമയത്ത് എപ്പോഴും നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യാറുണ്ട് അല്ലേ. പാർവതി ആരോട് ആദ്യം പറഞ്ഞു? ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞത്. ഓക്കെ, അതിനുശേഷം ഇവിടുത്തെ ടീച്ചേഴ്സിനെ എല്ലാവരും അറിയിച്ചു. ആൻഡ് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓഫ് കോഴ്സ് ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അടിപൊളി. എന്ത് പറഞ്ഞു അമ്മ? എന്താ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. സത്യം പറഞ്ഞു എനിക്ക് രണ്ടാമത് എഴുതാനൊരു എഴുത്ത് വരുത്തല്ലേ എന്നാണ് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത്. ആ ഒരു ഇതിലാണ് പരീക്ഷ എഴുതുന്നത്. വീട്ടിലും എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ജർമ്മൻ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു എനിക്ക്.
അപ്പം അമ്മ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കണ്ട, നമുക്ക് വരുന്ന വെച്ച് നോക്കാവുന്ന മെൻറ്റാലിറ്റിയിലായിരുന്നു അമ്മ പറഞ്ഞത്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ്. നമ്മുടെ പേരൻസിന് നമ്മളിലുള്ള വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് അല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളെല്ലാവരും അല്ലേ ഇങ്ങനെ വിന്നേഴ്സ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു അല്ലേ നമുക്ക് നമ്മളെ തന്നെ വളരെ പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ, പേരൻസ് പ്രതീക്ഷ പോലെ ഒരു ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ വിചാരിച്ച് ഈ പോഡ്കാസ്റ്റ് കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നത് നിങ്ങൾ വിശ്വസിക്കുക. ഇവരും A1 വന്നപ്പം വിശ്വസിച്ചില്ല, പക്ഷേ A1 പാസ്സായി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു യെസ് ഇറ്റ് ഇസ് എ ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഉറപ്പായിട്ടും ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന ഉറപ്പോടു കൂടിയാണ് ഈ കുഞ്ഞുങ്ങൾ ഇന്ന് B2 പാസ്സായേക്കണം. സോ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടും സാധിക്കും. നമുക്ക് തിരിച്ചു വരാം. യെസ് നേഹ, എന്ത് പറഞ്ഞു അമ്മ റിസൾട്ട് വന്നപ്പം? ആരോടാ പറഞ്ഞേ? പേരൻസിനോടാണോ? മമ്മിനോട് തന്നെ ആദ്യം പറഞ്ഞത്. മമ്മി ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. മീൻസ് എനിക്ക് ഹ്യോറൻ ഇച്ചിരി പാടായിരുന്നു. അതെ, എക്സാമിന് ഇച്ചിരി ടഫായിരുന്നു. അപ്പൊ എനിക്ക് അതിലൊരു ഇച്ചിരി പ്രതീക്ഷ കുറവുണ്ടായിരുന്നു, മേ ബി കിട്ടിയില്ലെങ്കിലോ എന്നോർത്ത്. പക്ഷെ മമ്മി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. മമ്മി പറഞ്ഞു കുഴപ്പമില്ല, കിട്ടും, പേടിക്കണ്ട എന്നാ പറഞ്ഞു. ബൈ ഗോഡ്സ് ഗ്രേസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റി. അപ്പൊ മമ്മിനോട് പറഞ്ഞപ്പോ മമ്മി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ഹാപ്പി ആയി. പിന്നെ ടീച്ചേഴ്സിനോട് പറഞ്ഞു, ഫ്രണ്ട്സ് ആയിട്ടും പറഞ്ഞു, എല്ലാവരും തന്നെ ഹാപ്പി ആയിരുന്നു. ഓക്കെ, അടിപൊളി. വിഷ്ണു? ഞാൻ അമ്മേനോടാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനെ വിളിച്ചു. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എക്സാമിന്റെ തലേ ദിവസമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, കിട്ടോ ഇല്ലയോ. അമ്മ പറഞ്ഞു കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ പിന്നെയും എഴുതാലോ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞാലും. ഓക്കെ, നിങ്ങൾ എല്ലാവരും പ്രോസസ്സിങ് നീതൂസ് വഴിയാണ് ചെയ്യുന്നത് അല്ലേ? പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി? ഓക്കെ, അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാം ബ്ലെസ്ഡ് ആയിട്ടല്ലേ നിങ്ങളുടെ ഡ്രീം കൺട്രിയിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. ഇതിനൊക്കെ അപ്പുറം നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് തന്നിരുന്നു അല്ലേ? ഇൻ്റർവ്യൂസ് ഏതെങ്കിലും മോക്ക് ഇൻ്റർവ്യൂസ് കിട്ടിയിരുന്നോ? കിട്ടിയിരുന്നു. എങ്ങനെ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയോ? ഓക്കെ, അടിപൊളി. അപ്പം എല്ലാ പ്രോസസ്സിങ്ങും ഭംഗിയായിട്ട് നടക്കട്ടെ. എത്രയും പെട്ടെന്ന് ജർമ്മനി പോലൊരു കൺട്രിയിൽ എത്തി അല്ലേ. ഞാൻ എല്ലാ സക്സസ് ടോക്സുകളിലും പറയുന്ന പോലെ നിങ്ങൾ അവിടെ എത്തി, നിങ്ങളവിടെ ചെന്നിറങ്ങുന്ന റീൽസിൻ്റെ ലിങ്ക് ഞങ്ങളുടെ വാട്സപ്പിൽ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വരുന്നവരെ ഞങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ കീപ്പ് ഇൻ ടച്ച്. ഈ ഒരു ഫാമിലിയിൽ നിന്ന് ആരും ഇങ്ങോട്ടും പോകണില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. പ്രോസസ്സിങ് നമ്മൾ വഴി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റിൽ കൂടെയാണ് നമ്മുടെ ഈ ഒരു സക്സസ് ടോക്സ് ഇന്ന് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സക്സസ് ടോക്സ് തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും, അതും കംപ്ലീറ്റ്ലി ഒറ്റ ചാൻസിൽ B2 ഫസ്റ്റ് ടൈം തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്ന 8 നഴ്സുമാർ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ അവരുടെ ലൈവായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. സോ എന്നെ പോലെ തന്നെ ഇത് കേൾക്കുന്ന നിങ്ങളും എക്സൈറ്റഡ് ആണ്. സോ എന്താണെങ്കിലും ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ജർമ്മൻ പോലെയുള്ള ഒരു ലാംഗ്വേജ് പഠിക്കണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ടേക്ക് ദ ഡിസിഷൻ. കാര്യം ഇത്രയും ലൈവായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ജർമ്മൻ B2 ഫസ്റ്റ് ടൈം പാസ്സായിരിക്കുന്ന 8 സ്റ്റുഡൻസ് വന്ന് നിങ്ങളോട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും നിങ്ങളും കാണുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് ഈസ് പോസിബിൾ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ 100% ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ ടീമും 110% ഇൻവെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആക്കി ജർമ്മൻ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. ഓരോ സക്സസ് ടോക്സുകളും കഴിയുമ്പം ലൈവായിട്ട് ഉറക്കെ വിളിച്ച് പറയുന്ന ഒരു കാര്യമാണ്. സോ ആരും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഇത്രയും സ്റ്റുഡൻസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സ്റ്റുഡൻസിന്റെ റിസൾട്ടുകളിൽ നിന്ന് വളരെ കുറച്ചു പേരെ മാത്രമാണ് ഇന്ന് നമ്മൾ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിയുള്ളവർ ഇനിയുള്ള ദിവസങ്ങളിൽ ജോയിൻ ചെയ്യും. അപ്പം ഒരുപാട് സക്സസ് സ്റ്റോറികളുമായിട്ട് നമ്മൾ ഇനിയും കാണും. ഇതിനൊക്കെ അപ്പുറം ഒരു ഡിസിഷൻ എടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വൈസ് ആയിട്ടുള്ള ഒരു ഡിസിഷനുമായിട്ട്, നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു ഡിസിഷനുമായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.